ഉമ്മർപ്പടിയിൽ ഇങ്ങനെ ശങ്കിച്ച് രാവിലെ തന്നെ നിൽക്കുമ്പോഴാണ് ഞെമ്പും കൂടി എൻ്റെ മടിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായി ശങ്കിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ തലേന്ന് രാത്രി പച്ചരി വെള്ളത്തിലിടാൻ മറന്നു പോയിക്കണ്. മറന്നു പോയതല്ല കേട്ടോ, പുട്ടുപൊടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പുട്ടുണ്ടാക്കാം, രാവിലെ ബന്ധല്ലേ, എല്ലാവരും ഉണ്ടാവുമല്ലോ ഇവിടെ. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലത് എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. വന്ന് നോക്കുമ്പോൾ പക്ഷേ പുട്ടുപൊടി കുറവാണ് മക്കൾ. ഇനി എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ള ശങ്കയിലാണ് കേട്ടോ. പിന്നെ ഈ കുടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല കറുത്ത മുന്തിരിയില്ലേ, തലേന്ന് ഉണക്കമുന്തിരി, അത് തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത്. കുടിക്കുന്നത് നല്ലതാണ്, കണ്ണ് ചോരില്ലാത്തവർക്കൊക്കെ ഉണ്ടായിക്കോളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരഞ്ഞിട്ട് പരതി നോക്കി തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് കുറച്ച് റവയാണ് കേട്ടോ. റവ വെച്ചിട്ട് എന്തുണ്ടാക്കാമെന്ന് ഞാൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായി. കാണുമ്പോൾ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു കൊതിയാവുന്ന രൂപത്തിലുള്ളൊരു പലഹാരം കണ്ടപ്പോൾ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ, കൊഴുക്കട്ട അടകളൊക്കെ രാവിലെ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ വൈകുന്നേരം ഉണ്ടാക്കുക. അപ്പോൾ ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് അറിയില്ല. 3-4 മഹായുദ്ധമൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതിൽക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ വേണം. എൻ്റെ അടുത്ത് ഗ്രേറ്റർ മെഷീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പീലർ കൊണ്ട് സംഭവം റെഡിയാക്കിയിരിക്കണം. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് കുറച്ച് വെല്ലം പാവ് കച്ചിയത് ഇട്ടിട്ട് ക്യാരറ്റ് ഇടുകയാണ്. ക്യാരറ്റ് ഇട്ടിട്ട് നല്ലോണം വേവിക്കുക. കുറച്ച് ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നമ്മളെ റവയിലോട്ടും കൂടി ഇടും. പിന്നെ ഞാൻ പാത്രം ചെറുതായിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അത് പത്തിരിപ്പൊടിയിലാണെങ്കിലും ശരി റവയിലാണെങ്കിലും ശരി ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകട്ടെ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മളെ തേങ്ങയും കൂടി ഇടുകയാണ് കേട്ടോ. ക്യാരറ്റക്കും വെല്ലത്തേക്കും കുറച്ച് ഏലക്കായും ചെറിയ ജീരകമൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അത് സെറ്റായിക്കണ്. ഇനിയാണ് ഞാൻ കൊഴുക്കട്ട രൂപത്തിലാക്കാൻ പോവുകയാണ്. പഠിച്ചോനെ, ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇനി മേലിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കൂല കേട്ടോ. ഇത്രയും റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ഈ കൊഴുക്കട്ട എന്നുള്ള സാധനം. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. ഇനി റവയും ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര പാടായിരുന്നു. ഞാൻ 8 മണിക്ക് തുടങ്ങിയ സംഭവം 10 മണിക്കാണ് തീർന്നത്. 10 മണിക്കാണ് നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ. കാണാനൊക്കെ മുഞ്ചും പറക്കത്തൊക്കെ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ഒന്ന് തിന്നാൽ മതി, ഓരോരുത്തർക്ക് വയറും നിറയും. അങ്ങനെ ഞാൻ ഒരു സെക്ഷൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെന്തും ചെയ്തിട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതാരൊക്കെ തിന്നുമെന്ന് എനിക്കറിയില്ല. ഒക്കെ പിന്നെ കാണാം, നമുക്ക് തിന്നൂലേ എന്നൊക്കെ ഉള്ളത് പിന്നെ കാണാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ പരിപാടിക്ക് നിൽക്കൂല, അത് ഉറപ്പാണ്. എന്നെ കൊണ്ട് മടുത്തുപോയി. പിന്നെ അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോഴാണ് നെബുണ്ട് ഒരു കുരുക്കപ്പെട്ട് വരുന്നത്. അവന് സ്വന്തം ബനിയനൂരാൻ നോക്കിയതാ, കുടുങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നു. അങ്ങനെ അത് ഒരു കണക്കിന് ശരിയാക്കി. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാപ്പിയാണ് ഉണ്ടാക്കിയത്. ജബ്രുവിൻ്റെ മുഖം കണ്ടാൽ അറിയാവും, തൊട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ബാക്കി എല്ലാവരും തിന്നിക്കണം കേട്ടോ. രസമൊക്കെ ഉണ്ട്, അടിപൊളിയാണ് സംഭവം. കേസരീൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ മസാല കുറച്ച് ബാലൻസ് ഉള്ളതിൽ ഞാൻ കുറച്ചും കൂടി മസാല ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ തിന്നുന്നത്. അങ്ങനെ നല്ല അടിപൊളിയാണ് സംഭവം. ഒരു ദിവസം അങ്ങനെ കഴിച്ചിലായി.